ഹായ് ഫ്രണ്ട്സ്, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പേരുടെ പേര് ഓർത്ത് വെക്കേണ്ടി വരും കേട്ടോ. പക്ഷേ ഇതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇവിടെ നമുക്ക് കോഡുകൾ യൂസ് ചെയ്യാൻ പറ്റും. കോഡുകളെന്ന് പറയുമ്പം വളരെ വളരെ വിചിത്രമായ കോഡുകളൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഡാരൻ അക്കമഗ്ലു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ പേര് ഓർത്ത് വെക്കാൻ ആദ്യം ഞാൻ നന്നായിട്ട് പാടുപെട്ടു. പിന്നെ ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. ആ ഫസ്റ്റ് വ്യക്തി ഉണ്ടല്ലോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, ഡാരൻ എയ്സ്മഗ്ലു. ഇത് ഇക്കണോമിക്സിന് ഇത്തവണ നൊബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. വലിയൊരാളാണ്. പക്ഷേ തൽക്കാലം ഞാൻ അദ്ദേഹത്തെ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഒരു കാക്കി യൂണിഫോം അങ്ങ് ഇടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡാരൻ എന്നാണ്. അപ്പോൾ ഡാരൻ എന്ന് പേരുള്ള ഒരു കാക്കി ഡ്രസ്സ് ഇട്ട ഒരു ഡ്രൈവർ. ഈ ഡ്രൈവർ ഓടിക്കുന്ന വണ്ടിയുടെ പേരെന്താണെന്നറിയോ? എയ്സ്. ടാറ്റ എയ്സ് എന്ന് പറയുന്ന പിക്കപ്പ് ട്രക്ക് കണ്ടിട്ടില്ലേ? ഈ ടാറ്റ എയ്സ് എന്ന് പറയുന്ന പിക്കപ്പ് ട്രക്ക് ഓടിക്കുന്ന ഡാരൻ എന്ന് പറയുന്ന ഡ്രൈവർ. ഈ രീതി ഓർത്ത് കഴിഞ്ഞാൽ ഇനി ഇങ്ങനൊരു കോഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷ്വലൂടെ മനസ്സിൽ പതിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നാന്തരമായിട്ട് നിങ്ങൾ ഈ സംഭവം ഓർത്തിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യുകയും കൂടെ ചെയ്യണമെന്നേ ഉള്ളൂ. ഡാരൻ എയ്സ്മഗ്ലു. ഈസി ആയിട്ട് ഇനി ആ പേര് കൈ കിട്ടി.